ഒരുമിച്ച് പ്രാർത്ഥിച്ചവര്, ഒരുമിച്ച് വേല ചെയ്യുന്നവര് പലരും പല മുഖങ്ങളും ഞാൻ കാണുന്നില്ല. പലരും ശ്രമിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന കാണാതെ പലരും നമ്മളെ വിട്ടുമാറിയിരുന്നു. ഒരു വേല തികച്ചൊക്കെ നാട്ടിപ്പോയി. നമുക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ടോ എന്ന് ഉണ്ട്. പലരെയും കാണാൻ എല്ലാവരും എനിക്ക് കുഞ്ഞു പിള്ളേരെങ്കിലും കെട്ടിച്ചു കിട്ടും. മക്കളും കൊച്ചുമക്കളെ കയ്യിൽ ചെറിയ പുതിയ മുഖങ്ങളെ കാണുന്നുണ്ട്. വളരെ സന്തോഷം. ഞാനിവിടെ വന്ന് എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എവിടെ വന്നത് മുതൽ എൻ്റെ പല ഓർമ്മകളാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം ഞാൻ പറയാം. കെസിയെ ഒരു മാസം തികഞ്ഞിട്ടാണ് ഈ ഹോള് പ്രതിഷ്ഠിക്കുന്നത്. കൈക്കുഞ്ഞായിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അന്ന് മുതൽ തുടങ്ങിയതായ ഇവിടെ കെസിയുടെ വളർച്ച. ഇവിടെ ഈ ഹോളിൽ അവൾ ഓടിക്കളിച്ച് വളർന്നത്, ഈ പാഴ്സലേജിലാണ് അവൾ വളർന്നത്. പിന്നെ നിങ്ങളുടെ പലരുടെയും വീട്ടിലെ പശുവിൻ്റെ പാലാണ് കുടിച്ചത്. പല കാര്യങ്ങളും ഓർമ്മ വന്നില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നൊരു കാര്യം, ഞാൻ അവളെ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ വീട്ടിലോട്ട് പ്രാർത്ഥനയ്ക്ക് പോയൊരു നിമിഷം ഓർമ്മയുണ്ട്. ഒരു സഞ്ചിയൊക്കെയായിട്ട് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വരവ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഫേസ് എനിക്കിപ്പോഴും മറന്നിട്ടില്ല. ഞങ്ങൾ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ കെസി ഒന്ന് പേടിച്ചിരുന്നു. ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കി. ദൈവം വിശ്വസ്തൻ, യഹോവ വാഴുന്നു. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ദൈവം കാലാകാലങ്ങളിലായി ദൈവം പറഞ്ഞ വാർത്തത്വങ്ങളൊന്നും മാറ്റത്തില്ല. ദൈവം എന്ന് പറഞ്ഞൊരു ഇല്ലായിരുന്നു പറഞ്ഞില്ല. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെ നന്മയ്ക്കൊന്ന് തെളിയുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ ഇന്ന് അനുഭവിച്ച വേദന, ഇന്നുള്ള ശോധന എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ഇന്ന് അനുഭവിക്കുന്ന വേദന നന്മയ്ക്കായി തെളിയുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ നിത്യയുടെ പല വരിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മളന്ന് ഓടിയത് അധ്വാനിച്ചതൊന്നും വേറാവല്ല. ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം വിശ്വസ്തനാണ്. ഞങ്ങൾ പിന്നീട് വഴികളൊക്കെ ഓർത്ത ഇന്നും ദിവസം മുഴുവൻ എന്ന് പറഞ്ഞാൽ നിർത്തിയിട്ടില്ല. ഒരുമിച്ച് നമ്മൾ സഹോദരിമാരൊരുമിച്ച് ട്രാക്ട് കൊടുക്കാൻ പോകുന്നത്, ഭവന സന്ദർശനം നടത്തുന്നത്, പലരുടെ വീട്ടിൽ നിന്ന് പരിഹാസം കൊണ്ട് തിരിച്ചറിഞ്ഞത്. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ പുഷ്പ സഹോദരി. ബേബിസായിട്ടുണ്ടാക്കി വളരെ സ്ട്രോങ് ആണ്. ആരെന്ത് പറഞ്ഞാലും നമ്മൾ സപ്പോർട്ടാണ്. ആ കാലങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു, സന്തോഷത്തോടെ ഓർക്കുന്നു. ഇന്നും ഞങ്ങൾ കുടുംബമായി 4 പേരായി. ഇപ്പം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ഉള്ളൂ. പക്ഷെ 4 കുഞ്ഞുങ്ങളും ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരാൻ സാധിക്കും. ദൈവത്തിന് വിശ്വസ്തതയാണ്. നിങ്ങൾ കാണുന്നത് സന്തോഷമാണ്, വളരെ സന്തോഷം. ഞങ്ങൾ നിങ്ങളെ കണ്ടില്ലെങ്കിലും പല കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് കെസിക്കാണ്. കെസി എല്ലാവരുടെ പേര് പറഞ്ഞ് ഇങ്ങനെ പറയും, അവിടെ പോയത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും, പ്രാർത്ഥിക്കും. തുടർന്ന് നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ സഭയെ ഓർക്കണം. ഞങ്ങളുടെ ദേവാലയമായിരിക്കും, നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടുത്തെ ഒരു സഭയുണ്ട്. സഭയോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.